നല്ല അടിപൊളിയല്ലേ അതെ. സ്നിക്കേഴ്സ് റിച്ചായി സ്നിക്കേഴ്സ് കിട്ടിട്ടോ. സ്നിക്കേഴ്സ് കിട്ടി. വരും, എന്തായാലും വരും. സാജിയാണ് ലാസ്റ്റ് ദമ്മു പൊട്ടിച്ചളക്കുന്നതും. സുനിലേട്ട ഓൾ ഇൻ ഓൾ ക്ലാസ്സിൽ ഒറ്റ കവറാകുമ്പോഴേ കുട്ടികളൊക്കെ വാങ്ങുന്ന അടിപൊളിയാട്ടോ. ഫാസിലെ അടിപൊളി. ബാവാന്റെ വകട്ടോ വെള്ളം ഫുള്ള് ബാവയുടെ സ്പോൺസർ. അൻഷാന്റെ വാങ്ങുന്നില്ല, അൻഷാവും ബാവൊക്കെ ഉണ്ട് സ്പോൺസർ. അന്ന് വെള്ളം നിക്കായുണ്ട്. പെണ്ണുങ്ങളോടൊക്കെ പോകേണ്ട സമയത്തോടെ നബിദിന പരിപാടിക്ക് കേട്ടോ. ഡിലീറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ കേട്ടോ അടിപൊളി സംഭവങ്ങൾ. എല്ലിക്കോട്ടേനെ കൊടുത്ത സംഭവം കണ്ടില്ലേ? സ്നിക്കേഴ്സ് ഒക്കെയാണ് കൊടുക്കണേ. എനർജറ്റിക് സാധനം 2 കിട്ടിട്ടോ. നിങ്ങളൊക്കെയാണ് നിങ്ങളൊക്കെ ഇത് നല്ല അടിപൊളിയല്ലേ അതെ. സ്നിക്കേഴ്സ് റിച്ചായി സ്നിക്കേഴ്സ് കിട്ടിട്ടോ. സ്നിക്കേഴ്സ് കിട്ടി. അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കട്ടോ. അതേപോലത്തെ കൊടുക്കാം. 2 കിട്ടിക്കണോ? വ്ളോഗ് എടുക്കണോക്ക് 2 അല്ലേ? സ്വീകരണം തന്നാറിലാകെ നന്ദികൾ നേർന്നിടുന്നേ. പള്ളി കമ്മിറ്റി അടിപൊളി സാധനം. ഇതെന്താ സാധനം? അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഏകദേശം അവസാനിക്കാരായിക്കണേ. ഇവിടെ ക്ഷീണിച്ച് നിൽക്കുകയാണ് കണ്ടില്ലേ? ഇതിൽ ചീഞ്ഞ് വാങ്ങാൻ വേണ്ടി മാത്രം വന്ന റാലിക്ക് വന്നായിരുന്നു. ഞാൻ ഫുൾ ടൈം ആക്റ്റീവാണ് ഇവിടെ. ഇഷ്ടംമാരുണ്ട്. എല്ലാവർക്കും ഓരോ ഐറ്റം കിട്ടിയത് 2 ഐറ്റം തൂണിട്ട് വന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? തുണിനുള്ളിൽ ഫുള്ളും ബിസ്ക്കറ്റുമാണ്. ഷാജുന് കിട്ടിയാട്ടോ അതൊക്കെ. ഷാജു ഇത് മാറണ്ട, അവരോട് മാറണ്ട. ഇതാണ് എന്റെ. ഇതെന്താ സംഭവം? ഞാൻ കൊടുത്തിട്ടുണ്ടോ സ്പോൺസർ പറഞ്ഞു ഒക്കെ പെറുക്കിയ റോഡ് കസ്റ്റർ പറഞ്ഞു. നൗമാൻ നന്മമരട്ടോ. അൻഷാദ് നന്മമരം. നൗമാൻ ഇവിടെ വേറെ നന്മല്ലോ. ഞങ്ങൾ ഓരോ ഷോ കണ്ടുപോയി. ഞങ്ങള് അവിടെ മറ്റാന് തൊപ്പിനെ ചീത്താറിനൊക്കെ പറഞ്ഞത്. ഇല്ലിക്കോടിന്റെ ഉള്ള സ്വീകരണമുണ്ടോ? പായസം, അടിപൊളി പായസം. ഇല്ലിക്കോടിന്റെ ഒക്കെ സ്വീകരണം ഉണ്ടോ? ഇല്ലിക്കോടിന്റെ ഒക്കെ പായസം. നടപ്പായസം. ഓ ഭയങ്കര സുഖമാണ്.
ടൈറ്റ് ആക്കണോ പോവല്ലേ ടൈറ്റ് ആയിക്കണം. ഇത്രയും പായസമാണ് ലോഡ്ജ് എന്നാലും പായസം കുടിച്ച് ഷുഗർ വരുമെന്നാണ് സംശയം. അൻഷാന തൊട്ട് റെഡ് സ്റ്റാറിന് നോക്കിയിട്ട് പായസം ചാനൽ വരും എന്തായാലും വരും. റെഡ് സ്റ്റാറിന് നോക്കിയിട്ട് പായസം പായസം അടിപൊളി കേട്ടോ, അടിപൊളി പായസം. ഇതാ നിക്കാലും വിടൂല. പള്ളിപ്പുഴക്കുന്ന ഒരു പായസം കഴിഞ്ഞിട്ടുള്ളേ, അവിടെ ഒരു പായസം ഉണ്ടായിരുന്നു. പ്രസാദാ ബീഫ് കറി പാക്ക് ചെയ്യാനായിട്ട് കാണുന്നത് എല്ലാ ടീമുണ്ട്. നമ്മളെ സാജിയാണ്, കവിതന്റെ ഫ്രണ്ടാണ്. നമ്മളെ നാട്ടിലത്തെ വാര്യത്തെ കുട്ടിയാണ് മോഹനേട്ടനാണ്. ഇന്നലെ രാത്രി വന്നേനെ, ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. അപ്പുറത്ത് പ്രസാദുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ഫുൾ നിയന്ത്രണം നടത്തുന്നത് നമ്മളെ അജിയാണ്. മെയിനാണ് അൻഷാദ് വന്നിട്ടുണ്ട്. ഒരു പണിയെടുക്കാതെ കുട്ടനും പൊട്ടനും വെയിൽ കൊണ്ടിട്ട് ക്ഷീണിച്ചു എന്നാണ് കുഞ്ഞാണി പറയുന്നത്. ഇത് നമ്മളെ കുഞ്ഞാണ്, കവിതന്റെ കുറ്റിയതിന് ഊരക്ക് ചെറിയ കംപ്ലൈന്റ് ആയതുകൊണ്ട് വലിയ നിർത്തിയതാണ്. ഇതിപ്പോൾ പാക്ക് ചെയ്ത ചോറുകളായിട്ട് ഈ കാണുന്നത് ഫുള്ള് പാക്ക് ചെയ്ത ചോറുകളാണ്. ഉഷാറയും പാക്ക് ചെയ്തിട്ടുണ്ട്. ഫായ്സിന്റെ നേതൃത്വം ഫായ്സ് ആഷിക്ക് ഇതൊന്നും അളയാപ്പിയാ കേട്ടോ. അതിന് ഇങ്ങോട്ട് എടുക്കും. ചോറുണ്ടാക്കാനായിട്ട് അഫ്സൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാണ്. നൈപുണ്യത്തിന് വേണ്ടി വന്നതല്ല. പാക്ക് ചെയ്ത് ബീഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് പാക്കാക്കുന്നതും കവറിലാക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ വാപ്പിയാക്കട്ടോ. നമ്മളെ അംശനാശാണ്, സെക്രട്ടറിയാണ്. ഉള്ളിലൊക്കെ നടക്കുന്നുണ്ട്. സാഫിയുടെ നേതൃത്വത്തിൽ ഫറാസ ഇതിനെ കുറിച്ച് 2 വാക്ക് എനിക്കത് സംസാരിക്കാല്ലേ? അത് നേർച്ചനെ കുറിച്ചിട്ട് നമ്മൾ പാക്കാക്കി ഇറച്ചി വരികയാണ്. ഇനി ചോറ് ഇറച്ചും പാടി ഒരു കവറിലാക്കണം. ഒക്കെ 200 ചെമ്പ്
സൈബുണ്ട് സൈബാക്ക എന്താ മൂർച്ചക്കില്ല ഇറച്ചി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇതാണ് നമ്മളെ നീർച്ചക്കില്ല ചോറ് വെച്ച ചോറും ഇറച്ചി വെച്ച അബാക്ക് എന്താ പറയല്ലേ എന്താ പറയല്ലേ ചോറ് അപ്പൊ ഇല്ലല്ലോ. അടുത്ത പരിപാടി അബാക്കം തന്നെയാണ്. ഈ ഇറച്ചി കണ്ടിട്ട് ഈ ഇറച്ചി ചോറ് കണ്ടിട്ട് താങ്കൾക്ക് എന്താ പറയല്ലേ? നല്ല അഭിപ്രായല്ലേ? ഇറച്ചി പാക്കാക്ക് നമ്മളെ മെയിൻ നിസാറാണ്. നിസാറാക്കല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നേർച്ചക്കും ക്ലബിന്റെ പരിപാടിക്കും എല്ലാനും ഫുൾ ആളാണ്. ഇതാണ് ഞങ്ങളെ വെള്ളക്കൊയിൽ എന്നാണ് ഇപ്പോൾ റിയാസ് പേരിട്ടുന്നത്. പുതിയ പേജാണ്, അതിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത്. വെള്ളക്കൊയിലായി ഞങ്ങൾ അടുത്ത മെയിൻ കാരണന്മാരാണിത്. ഓലെ കീഴിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് അടുത്ത ചെമ്പക്ക് പൊട്ടിക്കാണ്. ഇതിന്റെ നീർച്ചക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500 ജന്മദിനാണ്. നമ്മളിന്ന് അന്നദാനാണ്. ഇപ്പോൾ ഇറച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നോമാന്, മുഹമ്മദാക്ക, അബുവാക്ക, പ്രസാദ് ഇവരൊക്കെ നൽകുന്നത്. ഇതാ നമ്മളെ ആരിസ് കറി കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ നീർച്ചക്കില്ല ചോറ് പ്രകാശട്ടന്, സുനിലേട്ടൻ, പിന്നെ നമ്മളെ അപ്പു, ജംഷീർ, അതൊക്കെയാണ്. രാവിലെ റാലിക്കും കണ്ടിട്ടില്ല. ഇതാ ഞങ്ങളെന്താ റാലിക്ക് വരാനൊന്ന് അതിനെ കുറിച്ച് 2 വാക്ക്. റാലിക്ക് വരാത്തവർക്ക് ചോറില്ല എന്നാണ് പറഞ്ഞത്. ഫറാസ റാലിക്ക് വന്നിട്ടില്ല, ചോറ് കൊടുക്കണ്ടല്ലോ. എന്നാ ചോറ് കൊണ്ടിരിക്കോ. ഇത് ഞങ്ങൾ നാട്ടിൽ വളർന്നു വരുന്ന ബ്ലോഗറും ഞങ്ങൾ ഇവിടുത്തെ ചായക്കടക്കാരനാണ്. ആ കുട്ടിയാക്കാൻ്റെ ചായ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്കില്ല. ചായയെ കുറിച്ച് എന്ത് പറഞ്ഞ ഇത് ഞങ്ങളുടെ അടുത്ത കുഞ്ഞുമണിയാണ്. രാവിലെ സുബൈക്ക് എത്തിക്കുന്നു ഇവിടെ ചോറ് പാക്കാക്കാനും പരിപാടിക്ക്. ഇതാ കുട്ടൻ ഇന്നലെ വന്നതാണ്, വീട്ടിൽ തന്നെ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ 2ാമത്തെ പെണ്ട ഇതാ ചോറിന്റെ പാക്കാക്കാൻ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിക്കണു. ഇവിടെ വെള്ളം, അതേമാതിരി ജ്യൂസ്, കടി ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് അൻഷാദ്. സാജിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ പരിപാടി നടക്കുന്നത്. സാജി ഇതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റിക്ക് എത്തിക്കുന്നു പരിപാടി പാക്കാക്കല്. സാജിയാണ് ലാസ്റ്റ് ദമ്മു പൊട്ടിച്ചളക്കുന്നതും. സുനിലേട്ടൻ, ബാവ, മോഹനേട്ടനൊക്കെ ഇന്നലെ വന്നതാണ് പരിപാടിക്ക് വേണ്ടിയിട്ട്. സജീവമായിട്ട് എല്ലാവരും ഉണ്ട് പരിപാടിയിൽ. ഇതാ കുഞ്ഞനെ സാജിന്റെ അടുക്കളെ കുറിച്ച് എനിക്ക് എന്താ പറയാത്? അല്ല, മെയിൻ കുക്കിന്റെ പാർട്ണർ എപ്പോഴാ കാണുന്നത് നിങ്ങളെ? കൊക്ക്
സുനിലേട്ടാ ലാസ്റ്റത്തെ അളക്കല് സുനിലേട്ടാ ഞാൻ അതാ ശ്രദ്ധിക്കണേ അതിനെ വേണ്ടത് ആ ലാസ്റ്റത്തെ ഈ ചെക്ക ഒരു പണിയെടുക്കണ ജീവിതത്തിൽ എന്നാ കണ്ടത് ആ ചോറ് കൊടുക്കൂല പറഞ്ഞപ്പോ അതാ പോണ് റാലിക്കും വന്നിട്ടില്ല. കുഞ്ഞുമണിയെ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ കുടിച്ചു. അൻഷാന്റെ അടുത്തുണ്ട്. രണ്ട് പേക്ക് കൊണ്ടുപോയി മുങ്ങി. ഇനി കുറച്ചേരം അത് ഉണ്ടുമ്പോ പോയിരിക്കും. അത് കഴിഞ്ഞ് അപ്പുന് അങ്ങനെ ഇതില്ല. അപ്പു മിഞ്ഞാന്ന് തുടങ്ങിയ പണിയാണ്. ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ബീഫ് കഴിച്ചിട്ടില്ല. ഇതവിടെ ഇറച്ചി കൈ കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിക്കണു. ഞങ്ങളവിടുത്തെ മെയിൻ കാരണന്മാര് ഫുള്ളുണ്ട് ഇവിടെ. പിന്നെ ഞാനൊക്കെ പ്രസാദട്ടം ഇവിടുത്തെ ഫുൾ നിയന്ത്രണം ഫാരിസിന്റെ അടുത്താട്ടോ. ഇവിടുത്തെ ചോറ് കെട്ടി വെക്കണത്. പിന്നെ കുഞ്ഞാണി ഉണ്ട്. കുഞ്ഞാറ് ആലിക്കോയിട്ട് ആകെ ക്ഷീണിച്ചതായിരുന്നു. അതാണ് ഒന്ന് രണ്ടാമത് വർക്കിന് വേണ്ടി വന്നു നോക്കുന്നത്. അൻസേ അടുത്ത മെയിൻ ചുള്ളനാണ്. ഫുൾ നിയന്ത്രണം അവൻ്റെ കീഴിലാണ്. ഇറച്ചിൻ്റെ അവിടെയും ചോറിൻ്റെ അവിടെയും. കുഞ്ഞാനെയൊക്കെ ഈ പരിപാടിയിൽ മെയിനാണ്. മെയിൻ പറഞ്ഞാൽ ലോഡ്സ് മുന്നിട്ട് ഇറങ്ങി അതേ പരിപാടിക്ക് ഒപ്പം കൂടി ഇപ്പം മെയിൻ ചർച്ചയാണ്. പിന്നെ പ്രസാദത്തിന് ഞങ്ങളവിടുത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഗാരിസാട്ടോ ഞങ്ങളെ ഇത് ക്ഷീണിച്ചിട്ടിരിക്ക. ആരാണ് ഇരിക്കണത്? ചോറ് നമ്മൾ ഇവിടുന്ന് കൊടുക്കൂല. പായസ ഇവിടുത്തെ കാര്യം ഫുള്ളും അന്റെ കയ്യിലില്ലേ? ഓക്കെ അല്ലേ? കുഞ്ഞാണി പിന്നെ ഒപ്പല്ലേ? കുഞ്ഞാണിയെ നോക്കൂലേ? പരിപാടി നടക്കുമ്പോ അന്റെ കല്യാണം ശരിയായിക്കണോടാ? വേണം ഇതൊക്കെ സെറ്റാക്കണ സുബേറാട്ടോ. കണക്ക് കാര്യങ്ങളൊക്കെ സുബേറിൻ്റെ അടുത്താണ്. വീടുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ സുബേറാണ് മെയിൻ കേട്ടോ. ഇവിടെ കുഞ്ഞാടിയൊക്കെ ഉണ്ട്. കുഞ്ഞാടിയൊക്കെ വേറെ മെയിനായ ആളാണ്. ബാക്കിങ് കഴിഞ്ഞിട്ടോ. പ്രസാദിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സെറ്റാക്കി വെച്ചത്. എല്ലാവരും ഉണ്ട്. എല്ലാവരും സജീവമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ആൾക്കാർ അവിടെ കേട്ടോ. പാക്കിങ് ഫുള്ള് കഴിഞ്ഞു. ഇനി കൊടുത്താൽ മതി അല്ലേ? കൊടുത്തല്ലേ? അതൊക്കെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനാവും എത്തുന്നത്. ആൾക്കാരാണ് പാക്കിൽ ചോറൊക്കെ മദ്രസ കൊണ്ടുപോട്ടോ. അതിന്റെ പരിപാടിയാണ് നടക്കുന്നത്.
അങ്ങനെ അവസാനം എല്ലാവർക്കുള്ള ചോറ് കൊടുത്തു. സാറേ ടോക്കൺ വൈസിൽ ഫുള്ള് ചോറ് കൊടുത്ത് കഴിയാറായിരുന്നു. ആ കുറച്ച് ചോറുള്ളൂ. പക്ഷെ അവിടെ അപ്പൊ രാത്രി നബിദിന പരിപാടിയിൽ കുട്ടികൾക്ക് ഉള്ള ജ്യൂസ് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. സുനിലേട്ടൻ്റെ നേതൃത്വം സുനിൽ, അപ്പു, റാഷിദ്, ഫാസിൽ, റഫീഖ്, ഷാജി അവിടെയൊക്കെയാണ് മെയിന്. ഒരു നേതൃത്വത്തിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. അൻഷ പഞ്ചസാര കളിയുണ്ട്, പഞ്ചസാര കളിയുണ്ട്. അടുത്ത കുട്ടികളുടെ ഫ്ലവർ ഷോ ആണ്. പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ ഷോ ആണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെത്ര നേരം പണിയെടുത്തിരുന്നു. ഇട്ടുകൊണ്ടാ അത് നടത്തില് വരും.
ചായയും ബിസ്ക്കറ്റും കേട്ടോ. ഇല്ലിക്കോടിന്റെ വക രാത്രിക്ക്. തിലകമേ അരുണശനകമേ ജനനപലകമേ വാ ഭദ്രമുല്ലത്തെ ദിനമൃതമാണേ സുവിധമുദിക ശിവാനേ ബദരുത്തമമേ യാ മഗതിമിമേ ബദര സുഹൃദയാസീനേ സുഹൃതിലധിക മധുര വചനമോ സുഹൃതിലമര സുവന സാരഥി ഗുരുവേ യാ നബിയേ അരികേ ഞാൻ വരുവേ ചൊങ്കായി വന്നേ ചെണ്ടായി വിരിഞ്ഞേ ചന്ദാരദീപങ്ങളായി ദീപാവിൽ ചേരാം ഹാരങ്ങൾ ചൂടാം ചാരി ആ കാലങ്ങൾ ദൂരെ നിലാപ്പൂത്ത പോടി എന്നതുകാരിൽ ദൂരെ പൊരുളറിഞ്ഞതോ വണിഞ്ഞതോ അതിര് തന്നതോ കാത്തുവച്ചൊരു കാമിനാം നബി കനകരസൂലാണോ ഭൂതി പൂത്തിടും രാവിലും മതി സ്നേഹ സിറാജാണോ ഹുദാ ഹുദാ നഫ്സി ഹുദാ ഹുദാ നഫ്സി ഫിദാ ഫിദാ മേരെ ഹുദാ തുൻസെ മേരാ മൗലാ റസാവിൽ ചേരാനാ കാഫില കൂടാനാ റസാവിനോരത്തായി കുറുമഴ കൊള്ളാനാ നടന്നേറെ ദൂരം ചുടുമണലടിവാരം കേറാനാ നിലയ്ക്കാത്ത സ്നേഹം തിരുനബിയുടെ ചാരത്തായി കുടിശത്തും മുഹബത്തിന്റെ ശക്തി ഗുരുമൊത്തം കൊടുക്കുവാൻ കുടിശന്ന മരുമണ്ണിലൂടെ ചുറ്റി കഴിയുകയെന്ന എന്റെ ചെറിയോരിൻ പൂന്തോപ്പിൽ ചെറുചിരിയെത്താൻ തോറും ഇതിലേ കണിമണി സഭമരി ഗരി സഭ നീ ബാബ ഇതിലേ കണിമണി രാജാ മോരെ താജാ ധീരന 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 താളം रोजा मेरे बाजा ധീരന 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 താ പുന്നാരേ ഓ പൊന്നോരേ പുന്നാരെ പൊന്നോരെ മുന്നാരെ ചെന്നാരെ വാഴ്ത്തും മദീന മദീന മന്ദാരപ്പൂവേ പൂവേ കിന്നാരത്താരേ റസൂലേ മന്ദാരപ്പൂവേ തരുളേ കിന്നാരത്താരേ റസൂലേ സുമമായ മഹബൂബേ സുദയാന മത്ലൂബേ സുമമായ മഹബൂബേ സുദയാന മത്ലൂബേ ആ മതമി ജന അതി സുഹൃത ദിന ഹിത മധുരവനം യാ മൗല ബദന സുഖ മൃദുനയന തന സുര ഭവന സംമിക ജാല അബ്റൂർ ഖുദാ ഗദബാ മാശൂഖ് സദാ ജബാ സുഹൂരേ മധുഹോരേ കാമിലോര പൊന്നൂല മാഹിനോര മദദോര യാസീനോര മാഹിനോര മദദോര യാസീനോര പരന്തടുത്തവർ സുമുഖരുമാ പരം മുറത്തവർ നബിയരുമാ ഒരുളത് പെരുമാ ഹരമത തരമാ അരുളത് ഫലമാണാ അരുമൽ പദമ തിങ്കളത് ഹിതമാ കരിയുമ കലിമ തങ്കളതിൽ രസമാ തക്കിട്ട മഞ്ചൽ ചിന്താന സരസായം കമ്പാന ഗില്ലായി എല്ലാം പുല്ലോ ചൊല്ലാനാ ചേര ചേരാന ശീല ചോറായി മോണാനാ കുമാനി മട്ടുമണി മന
തോന്നും നെഞ്ചിനൊരു താളം തരുവാനേ കിത്താബിൽ തേനെ മുഞ്ചിലിന് കാതോരം കേൾക്കാനേ ഹക്കുളിലുണ്ണിയ സംഗതിയോ അമ്പർ ചിന്തിയ ചെമ്പകമോ അമ്പിളിവാനിലെ വെൺമുകിലോ റബ്ബിന്റെ കൈക്കുമ്പിലോ വെള്ളി വെയിലിന്റെ വടനമിലൊരു തരിഞ്ഞുള്ളിരുകരുന്ന കനവതിലൊരുവര് ചൊല്ലി അണയുന്ന കിളികളിൽ ഇവരിനി ഒന്നാകെ ചേക്കേറും അക്കുളി തുന്നിയ ചെങ്കതിരോ അമ്പര ചിന്തിയ ചെമ്പകമോ അമ്പിളിവാനിലെ വെൺമുകിലോ റബ്ബിന്റെ കൈക്കുമ്പിലോ രാജാ പദവിയധികമിൽ പെരുമാ താജ ഉദവി തരികിലും അവളി രാജ ഉലകിലകിലെ മേഴകിൻ മോല നിർമോല അതിരാവില ചില്ലയിൽ ഒരു തെളി ദൈവം കാണും നീളെ പാടി നേടുമാ പല്ലവിയൊരു വരി പാരാവാരം പോലെ സതതമിനായി ചെമ്പരരിതളായി നിർമോല മോല 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 സവിതമിനായി സന്നിധി അറിവാൻ നിർമോല മോല 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 പദവികൾ ഉറയണ മധുര മനസ്സിൽ ഇനി അനുദിനം അറിയണ മഹിത മതത് കനി അഖിലമിൽ ഒരു ചിരി വിവറും അധികമണി അച്ചപ്പിടും മധുരമില്ല നഗഫലമില്ല ഫുള്ളായിട്ടുണ്ടോ ദഫാണ് വന്നത് പാർക്ക് ഫുള്ളാണ് ഒരുപാട് ആളുകൾ ദഫ് കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് ദഫ് കാണാൻ വന്നവരുടെ തിരക്കാണ് ദഫ് ടീമുണ്ടോ ടീമാണ് ദഫ് ടീം ഇത്രയും ആൾക്കാർ ദഫ് കാണാൻ വേണ്ടി വന്നതാണ് ദഫ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പായസം കുടിച്ചു കാഫിയ ഇപ്പാണ് അപ്പു സഫ്വാൻ എല്ലാവരും ഉണ്ട് ഷിബിലി ഉണ്ട് എല്ലാവരും ഉണ്ട് ഫാസിലുണ്ട് ജസീമുണ്ട് ഞാനുണ്ട് ഒക്കെ അപ്പോൾ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു മൊമെന്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പോൾ സ്റ്റേജ് കയറില്ല കേട്ടോ അപ്പോൾ ഇത് മോശമായിട്ടോ കയറാത്ത് സ്റ്റേജ് കയറണം അല്ല ഇത് അവിടെ കൊണ്ട് അലൗൺസ് ചെയ്യും അപ്പോൾ ഒരു മൊമെന്റ് ഉണ്ട് പക്ഷെ ചെന്ന് പേടിക്കണില്ല അപ്പോ പേടിക്കട്ടോ പോരിട്ടോ കഴിഞ്ഞോ അത്ര മതി അത്ര മതി ചിഹ്നങ്ങൾ ഓരോ പ്രോഗ്രാമിലും നാം കണ്ടു. അതുപോലെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ നബിദിന പരിപാടിയിലുമുണ്ട്. നബിദിന പരിപാടികൾ ഭംഗിയാക്കുന്നതിന് അഹോരാത്രം നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ അർജുൻ എന്ന അപ്പുവിന് ഒരു സ്നേഹാദരം പ്രത്യേകം കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ സഹോദരനെയും
അത് നൽകാൻ വേണ്ടി നമ്മുടെ മഹല്ല് സെക്രട്ടറി പി മുഹമ്മദ് കയ്യും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സെറ്റ്